ജൂലൈ 8, 2025 അമേരിക്കൻ വിമാനത്താവളങ്ങളിലെ സുരക്ഷാ നടപടികളിൽ ചരിത്രപരമായ ഒരു മാറ്റത്തിന് തുടക്കമായി. യാത്രക്കാർക്ക് വലിയ ആശ്വാസം നൽകിക്കൊണ്ട് ഇനി മുതൽ വിമാനയാത്രയ്ക്ക് മുൻപുള്ള സുരക്ഷാ പരിശോധനകളിൽ ഷൂസ് അഴിച്ചു മാറ്റേണ്ട ആവശ്യമില്ല. ഏകദേശം 20 വർഷത്തോളം കർശനമായി പാലിച്ചു വന്നിരുന്ന ഒരു നിയമത്തിനാണ് ഇതോടെ തിരശീല വീഴുന്നത്. സാങ്കേതിക വിദ്യയുടെ വളർച്ചയും സുരക്ഷാ സംവിധാനങ്ങളിലെ നൂതന സമീപനങ്ങളുമാണ് ഈ സുപ്രധാന തീരുമാനത്തിന് പിന്നിൽ. ഈ പുതിയ നയം പ്രഖ്യാപിച്ചത് അമേരിക്കയിലെ റൊണാൾഡ് റീഗൻ നാഷണൽ എയർപോർട്ടിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ വെച്ച് ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റി നോവ് ആണ്. ട്രാൻസ്പോർട്ടേഷൻ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ നിയമങ്ങളിലെ ഈ ഭേദഗതി യാത്രക്കാർക്ക് കൂടുതൽ സുഗമമായ അനുഭവം ഉറപ്പാക്കുമ്പോൾ തന്നെ സുരക്ഷയിൽ യാതൊരു വിട്ടുവീഴ്ചയും വരുത്തില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. അമേരിക്കൻ വിമാനത്താവളങ്ങളിൽ ഷൂസ് അഴിച്ചു മാറ്റുന്നത് 2006 മുതലാണ് നിർബന്ധമാക്കിയത്. ഇതിന് കാരണമായ ഒരു പ്രധാന സംഭവം ഷൂ ബോംബർ എന്നറിയപ്പെട്ട റിച്ചാർഡ് റീഡിന്റെ ആക്രമണ ശ്രമമായിരുന്നു. 2001 ഡിസംബറിൽ പാരീസിൽ നിന്നും മ്യാമിയിലേക്കുള്ള അമേരിക്കൻ എയർലൈൻസ് വിമാനത്തിൽ വെച്ച് റീഡ് തന്റെ ഷൂസിനുള്ളിൽ ഒളിപ്പിച്ച സ്ഫോടക വസ്തുക്കൾ കത്തിക്കാൻ ശ്രമിച്ചു. എന്നാൽ സഹയാത്രക്കാരുടെയും വിമാന ജീവനക്കാരുടെയും സമയോചിതമായ ഇടപെടൽ കാരണം ആ ശ്രമം പരാജയപ്പെട്ടു. ഈ സംഭവം ആഗോള വ്യോമയാന സുരക്ഷയ്ക്ക് ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. റീഡിനെ പിന്നീട് പിടികൂടുകയും തീവ്രവാദ കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. നിലവിൽ കൊളറാഡോയിലെ ജയിലിൽ ജീവപര്യന്തം തടവ് അനുഭവിക്കുകയാണ് റീഡ്. ഈ സംഭവത്തിന് ശേഷമാണ് പാദരക്ഷകളിൽ സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചു കടത്താനുള്ള സാധ്യതകൾ പരിഗണിച്ച് 2006 മുതൽ എല്ലാ യാത്രക്കാരും സുരക്ഷാ പരിശോധനകളിൽ ഷൂസ് അഴിച്ചു മാറ്റണമെന്ന് TSA നിർബന്ധമാക്കിയത്. ഇത് യാത്രക്കാർക്കൊരു വലിയ അസൗകര്യവുമായിരുന്നു. തിരക്കേറിയ സമയങ്ങളിൽ സുരക്ഷാ പരിശോധനാ കേന്ദ്രങ്ങളിൽ നീണ്ട നിരകൾ രൂപപ്പെടാൻ ഇത് കാരണമായി. വയോജനങ്ങൾക്കും കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കും ഇത് നടപടി ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കി. എന്നാൽ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഈ നിയമം ഒരു പ്രധാന പങ്ക് വഹിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല. സുരക്ഷാ സാങ്കേതിക വിദ്യകളിലെ അതിവേഗത്തിലുള്ള പുരോഗതിയാണ് ഷൂസ് അഴിച്ചു മാറ്റുന്ന നിയമം പിൻവലിക്കാൻ TSAയെ പ്രേരിപ്പിച്ചത്. ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റി നോവ് ഊന്നി പറഞ്ഞതുപോലെ ആ നയം നിലവിൽ വന്നതിന് ശേഷമുള്ള 20 വർഷത്തിനുള്ളിൽ നമ്മുടെ സുരക്ഷാ സാങ്കേതിക വിദ്യയിൽ വലിയ പുരോഗതി ഉണ്ടായി. TSAയും മാറിക്കഴിഞ്ഞു. സുരക്ഷയ്ക്കായി നമുക്കിപ്പോൾ ബഹുതല ഗവൺമെന്റ് സമീപനവുമുണ്ട്. പുതിയ തലമുറയിലെ സ്കാനിംഗ് ഉപകരണങ്ങൾ, പ്രത്യേകിച്ചും 3D സ്കാനറുകൾ ഷൂസിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വസ്തുക്കൾ പോലും കൃത്യമായി തിരിച്ചറിയാൻ ശേഷിയുള്ളവയാണ്. ഈ അത്യാധുനിക സാങ്കേതിക വിദ്യകൾക്ക് ഒരു യാത്രക്കാരന്റെ ഷൂസ് അഴിച്ചു മാറ്റാതെ തന്നെ അതിനുള്ളിലെ സ്ഫോടക വസ്തുക്കളോ മറ്റു നിരോധിത വസ്തുക്കളോ കണ്ടെത്താൻ സാധിക്കും. കൂടാതെ ബയോമെട്രിക് ഐഡന്റിഫിക്കേഷൻ സംവിധാനങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സുരക്ഷാ വിശകലനം തുടങ്ങിയ പുതിയ സാങ്കേതിക വിദ്യകൾ വിമാനത്താവളങ്ങളിലെ സുരക്ഷാ സംവിധാനങ്ങളെ കൂടുതൽ കാര്യക്ഷമമാക്കിയിട്ടുണ്ട്. ഈ സാങ്കേതിക വിദ്യകളുടെ സംയോജിത ഉപയോഗം മുൻപ് ഷൂസ് അഴിച്ചു മാറ്റുന്നതിലൂടെ ലഭിച്ചിരുന്ന സുരക്ഷാ ഉറപ്പ് ഇപ്പോൾ കൂടുതൽ കാര്യക്ഷമമായി നൽകാൻ സഹായിക്കുന്നുണ്ട്. പുതിയ നയപ്രകാരം യാത്രക്കാർക്കും രാജ്യത്തിന് ഒരേ നിലവാരത്തിലുള്ള സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് തന്നെ യാത്രക്കാർക്ക് മികച്ച സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിയുമെന്ന അധികാരികളുടെ ഉന്മേലാണ് പുതിയ നയം നടപ്പിലാക്കിയിരിക്കുന്നത്. ഇത് യാത്രക്കാരുടെ സമയവും പ്രയത്നവും ലാഭിക്കാൻ സഹായിക്കുന്നു. TSA പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഷൂ പോളിസിയിലെ മാറ്റം വരുമ്പോൾ തന്നെ മറ്റു സുരക്ഷാ നടപടികൾ അതേപടി തുടരുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. യാത്രക്കാരുടെ ഐഡന്റിറ്റി പരിശോധന, സുരക്ഷിത ഫ്ലൈറ്റ് പരിശോധന തുടങ്ങിയ സുരക്ഷാ നടപടികൾക്ക് ഒരു മാറ്റവും ഉണ്ടാകില്ല. ഇത് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ TSA പ്രതിജ്ഞാബദ്ധരാണെന്നതിന്റെ തെളിവാണ്. സെപ്റ്റംബർ 11, 2001 ഭീകരാക്രമണങ്ങൾ ആഗോള വ്യോമയാന സുരക്ഷയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വഴിവെച്ചു. അതിനുശേഷം വിമാനത്താവളങ്ങളിലെ സുരക്ഷാ നടപടികൾ വലിയ തോതിൽ ശക്തിപ്പെടുത്തി. ബാഗേജ് പരിശോധനകൾ കർശനമാക്കി. യാത്രക്കാരെക്കുറിച്ചുള്ള വിവരങ്ങൾ മുൻകൂട്ടി ശേഖരിക്കുന്ന സംവിധാനങ്ങൾ നിലവിൽ വന്നു. 2006 ബ്രിട്ടീഷ് അധികൃതർ ദ്രാവക സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് വിമാനങ്ങൾ തകർക്കാനുള്ള ഭീകരരുടെ പദ്ധതി പരാജയപ്പെടുത്തിയതിനെ തുടർന്ന് ടൂത്ത് പേസ്റ്റ്, ഷാംപൂ, ലോഷനുകൾ തുടങ്ങിയ ദ്രാവകങ്ങൾക്കും ജെല്ലുകൾക്കും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഒരു നിശ്ചിത അളവിൽ കൂടുതൽ ദ്രാവകങ്ങൾ കൈവശം വയ്ക്കാൻ അനുവാദമില്ല. കൂടാതെ ലാപ്ടോപ്പുകൾ, ടാബ്ലറ്റുകൾ തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ബാഗുകളിൽ നിന്നും പുറത്തെടുത്ത് പ്രത്യേകം സ്കാൻ ചെയ്യണമെന്ന നിയമവും ഇപ്പോഴും നിലവിലുണ്ട്. ഈ നിയമങ്ങൾ യാത്രക്കാർക്ക് ചിലപ്പോൾ അസൗകര്യങ്ങൾ സൃഷ്ടിക്കാറുണ്ടെങ്കിലും വ്യോമയാന സുരക്ഷയുടെ അവിഭാജ്യ ഘടകങ്ങളാണ്. ഭീകരാക്രമണങ്ങൾ തടയുന്നതിലും യാത്രക്കാരുടെ ജീവൻ സംരക്ഷിക്കുന്നതിലും ഈ നടപടികൾ നിർണായക പങ്ക് വഹിക്കുന്നുമുണ്ട്. ഷൂസ് അഴിച്ചു മാറ്റുന്നതിനുള്ള ഇളവ് വ്യോമയാന സുരക്ഷാ രംഗത്തെ ഒരു പുതിയ യുഗത്തിന്റെ ആരംഭമായി കണക്കാക്കാം. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സുരക്ഷ വർദ്ധിപ്പിക്കുകയും അതേസമയം യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യം ഒരുക്കുകയും ചെയ്യുക എന്നതാണ്
പുതിയ സമീപനം. അമേരിക്കൻ വിമാനത്താവളങ്ങളിലെ ഈ മാറ്റം ലോകത്തിലെ മറ്റ് രാജ്യങ്ങളിലെ വ്യോമയാന സുരക്ഷാ അധികാരികളെയും സമാനമായ മാറ്റങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചേക്കാം. സുരക്ഷാ സാങ്കേതിക വിദ്യകളിലെ നിക്ഷേപം വർദ്ധിപ്പിക്കാനും യാത്രക്കാരുടെ അനുഭവം മെച്ചപ്പെടുത്താനും ഇത് വഴി തുറക്കും. സുരക്ഷയും സൗകര്യവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ കണ്ടെത്തുക എന്നത് എപ്പോഴും ഒരു വെല്ലുവിളിയാണ്. പുതിയ നയം ഈ സന്തുലിതാവസ്ഥ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നു എന്നതാണ്. വിമാനയാത്ര കൂടുതൽ വേഗമേറിയതും തടസ്സമില്ലാത്തതുമാകുമ്പോൾ തന്നെ സുരക്ഷയ്ക്ക് ഒരു കുറവും വരുന്നില്ല എന്നത് ഏറെ പ്രശംസനീയമാണ്. ഭാവിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ബയോമെട്രിക് സാങ്കേതിക വിദ്യകൾ എന്നിവയുടെ കൂടുതൽ സമന്വയം വിമാനത്താവള സുരക്ഷയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും. യാത്രക്കാർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ എന്നാൽ അതീവ സുരക്ഷയോടെ യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഒരു ലോകം വിദൂരമല്ല എന്നതിന്റെ സൂചനയാണ് അമേരിക്കൻ വിമാനത്താവളങ്ങളിലെ ഈ പുതിയ മാറ്റം. ഈ മാറ്റം മറ്റ് രാജ്യങ്ങളിലെ വ്യോമയാന സുരക്ഷാ നയങ്ങളിലും സമാനമായ സ്വാധീനം ചെലുത്തി യാത്രക്കാർക്ക് ആഗോളതലത്തിൽ കൂടുതൽ മെച്ചപ്പെട്ട യാത്രാനുഭവങ്ങൾ നൽകുമെന്ന് പ്രതീക്ഷിക്കാം.